ആശാസമരത്തിന് ഐക്യദാർഢ്യം. ഒറ്റപ്പുന്നയിൽ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധം. ആശാസമരം ഡിമാൻഡുകൾ അംഗീകരിച്ച് ഒത്തുതീർപ്പാക്കുവാൻ ഹൈക്കോടതി ഇടപെടുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തുവാൻ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുക, അനധികൃത സിലിക്ക മണൽ ഖനനം സർക്കാർ തടയുക, മദ്യം മയക്കുമരുന്ന് മാഫിയകളെ സർക്കാർ അമർച്ച ചെയ്യുക, വ്യവസായ മാലിന്യങ്ങൾ വേമ്പനാട് കായലിലേക്ക് തള്ളുന്നത് സർക്കാർ നിരോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദരം സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെയും നേതൃത്വത്തിൽ പൊതുപ്രവർത്തകരായ OC വക്കച്ചൻ, ടോണി തോമസ്, രമേശൻ എന്നിവർ തലമുണ്ടനം ചെയ്ത് ഉപവസിച്ചു. രാവിലെ 10 മണിക്ക് ഒറ്റപ്പുന്നയിൽ ഫാദർ പയസ്പയരിക്കൽ ഉദ്ഘാടനം ചെയ്ത ഉപവാസം വൈകിട്ട് 5-ന് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ നാരങ്ങാനീര് കൊടുത്ത് അവസാനിപ്പിച്ചു. ഇവിടെ എല്ലാവരും ബഹുമാനപ്പെട്ട ഭരണപക്ഷവും പ്രതിപക്ഷവുമല്ല ഗാന്ധിജിയുടെ ആശയങ്ങൾ നടപ്പാക്കുന്നതിനോട് താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ഭരണ പ്രതിപക്ഷങ്ങളോട് തൊഴുതുകൊണ്ട് പറയുന്നു, ഇത് എൻ്റെ വികാരമല്ല, ഇത് നാലുപേരുടെ വികാരമല്ല, ഇവിടെ നിൽക്കുന്നവരുടെ വികാരമല്ല, 3.5 കോടി ജനങ്ങളുടെ വികാരമാണ്. അത് 140 MLA-മാരും ഗൗരവത്തിലെടുക്കണം. നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ 140 പേരെ പിടിച്ചു വയ്ക്കേണ്ട നടപടികളിലേക്ക് നീങ്ങേണ്ടതായി വരും. നിയമം നിങ്ങളാണ് ലംഘിക്കുന്നത്, ഞങ്ങളല്ല. അവിടെ ഇരിക്കുന്ന ജയിലിൽ കിടക്കുന്നവർക്ക് വരെ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന, നിരാഹാരം ഇരിക്കുന്ന, അല്ലയോ 140 നിങ്ങളുടെ അമ്മമാർ, നിങ്ങളുടെ നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ, അവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് നിങ്ങളുടെ കാല് പിടിച്ച് മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റിലെയും 140 MLA-യുടെയും കാല് പിടിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ബൂത്ത് തലത്തിൽ മുന്നോട്ട് വരും. ഞങ്ങൾ നിയമസഭയിൽ നിങ്ങളെ 140 പേരെ തടയും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നും OC വക്കറ്റൻ VK കുഞ്ഞുമോൻ, ആൽബർട്ട്, ടോണി, രമേശൻ, ചക്രവാണി, രവീന്ദ്രൻ, രഘു വയലാർ, ജനകീയ പ്രതിരോധ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ T മുരളി, KP മനോഹരൻ, PV സുരേഷ് ബാബു, K പ്രതാപൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, അരൂർ.